ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജാമിഅ വഹബിയ അറബിയ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഇസ്ലാം 60 പ്രഭാഷണങ്ങളെന്ന ഓൺലൈൻ പ്രഭാഷണ പരമ്പരയുടെ 52ാമത്തെ പ്രഭാഷണം യതീമുകളോടുള്ള കരുണ എന്ന വിഷയമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. മാനവികതക്കും കാരുണ്യത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ദീനാണല്ലോ ഇസ്ലാം. സമൂഹത്തിലെ ആരുമില്ലാത്തവരെയും ആലംബഹീനരെയും ചേർത്ത് പിടിക്കാൻ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും മുൻഗണന അർഹിക്കുന്ന വിഭാഗമാണല്ലോ യതീമുകൾ. ഒരുപക്ഷെ യതീം എന്ന പദം അനാഥർ എന്നതിൻ്റെ പര്യായമായാണ് ഇന്ന് ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിങ്ങളല്ലാത്തവർ പോലും മനസ്സിലാക്കുന്നുണ്ടാവാം. ആ രൂപത്തിൽ യതീമുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലും മുസ്ലിം സംസ്കാരങ്ങൾ എക്കാലത്തും ശ്രദ്ധ വച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയെത്തും മുമ്പേ പിതാവിൻ്റെ തണൽ നഷ്ടപ്പെട്ട് സ്നേഹവും സുരക്ഷയും കൊതിക്കുന്ന ഒരു വിഭാഗമാണല്ലോ യതീമുകൾ. അവരോട് പുലർത്തേണ്ട കാരുണ്യം മനുഷ്യത്വമുള്ള ഏതൊരു സമൂഹത്തിൻ്റെയും അനിവാര്യതയാണ്. ഹൃദയത്തിൽ ഈർപ്പമുള്ള ഏതൊരു മനുഷ്യനും സ്വയം ഏറ്റെടുക്കേണ്ട ഉത്തമമായ ഒരു പുണ്യമാണിത്. ഒരിക്കൽ പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി കഹാതൈനി, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിലാണ്, ഇതാ ഈ 2 വിരലുകളെപ്പോലെ എന്ന് പ്രഖ്യാപിക്കുകയാണ്. പ്രവാചകത്വത്തിൻ്റെ ഉദാത്തമായ പദവിയോട് ചേർന്ന് നിൽക്കാൻ മനുഷ്യലോകത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണല്ലോ യതീമുകളെ സംരക്ഷിക്കുക. ഈ വചനം നമ്മോട് ഈ കാര്യത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു യതീമിൻ്റെ തലയിൽ കാരുണ്യത്തോടെ കൈവെക്കുന്നവൻ അവൻ്റെ കൈപ്പത്തി പതിയുന്ന ഓരോ തലമുടിയുടെ എണ്ണം അനുസരിച്ച് അവനിക്ക് നന്മ രേഖപ്പെടുത്തുമെന്നും പ്രവാചക വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പിതാവിൻ്റെ വിയോഗം കുരുന്നു മനസ്സുകളിൽ വലിയ ആഘാതമാണല്ലോ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കാനും അവർ ഒറ്റക്കല്ലെന്ന് ബോധ്യപ്പെടുത്തുവാനും സമൂഹത്തിന് സാധിക്കണം. ആ തരത്തിലാണ് ഇസ്ലാം സംരക്ഷണങ്ങൾ നൽകുന്നത്. അനാഥകളുടെ സ്വത്ത് അപഹരിക്കുന്നത് 7 വൻപാപങ്ങൾ ഉൾപ്പെട്ട ഒരു പാപമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അന്യായമായും അത് തിന്നുന്നവൻ വയറ്റിൽ തീയാണ് നിറക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് ഈ വിഷയത്തിലെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഖുർആനിൻ്റെ ഒരു അധ്യായം ഏതെങ്കിലും ഒരു അനാഥകൾക്ക് പാരമ്പര്യമായോ മറ്റോ ലഭിക്കുന്ന സ്വത്തുക്കൾ വിശ്വസ്തയോടെ അത് കാത്തു സൂക്ഷിക്കുകയും അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അവരെ അത് തിരിച്ചേൽപ്പിക്കുകയുമാണ് അവരുടെ ബാധ്യത എന്ന് പറയുന്നുണ്ട്. ചെറിയ കുഞ്ഞുമക്കളുടെ പണം കുട്ടിക്ക് ഗുണകരമാണെന്ന് തോന്നുന്ന പക്ഷം അത് ചെലവഴിക്കാനുള്ള അവകാശവും പിതാവിനുണ്ടായിരിക്കും. പക്ഷേ യതീമുകളുടെ മുതലുകൾ ഒരിക്കലും അത് ചെലവഴിക്കുവാനോ മറ്റൊരാൾക്ക് ദാനം ചെയ്യുവാനോ പോലും സാധിക്കില്ല. അത് അവർ പ്രായപൂർത്തിയായതിനു ശേഷം അവർക്ക് തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. മിഅ്റാജിൻ്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ശിക്ഷ കാണാനിടയായി. ഒരു കൂട്ടം ആളുകൾ, ചില ആളുകൾ ബലമായിക്കൊണ്ട് അവരെ വായ പിളർത്തുകയും മറ്റു ചില ആളുകളും നരകത്തിലെ പാറക്കഷ്ണങ്ങൾ അവരുടെ വായിലേക്ക് തിരികെ കയറ്റുകയും ചെയ്യുന്നു. ഈ അവസ്ഥ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുക്കുന്നത് ഇവർ അനാഥകളുടെ സ്വത്ത് അക്രമമായി തിന്നുന്നവരായിരുന്നു എന്നാണ്. തുബ്രാനി നിവേദനം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം കാഠിന്യമാണ്, അദ്ദേഹത്തിന് ഹൃദയം ഒരു ലോലതയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അതുഹിബ്ബു അൻ യലീന ഖൽബക വതുദ്രിക ഹാജതക, നിന്റെ ഹൃദയം ലോലമാകുവാനും ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇർഹമിൽ യതീമ വംസഹ് റഅസഹു വഅത്ഇമു മിൻ തുആമിക, എന്നാൽ യതീമിനോട് നീ കരുണ കാണിക്കുക, അവൻ്റെ തല തടവുക, നിന്റെ ഭക്ഷണത്തിൽ നിന്ന് അവരെ ഭക്ഷിപ്പിക്കുക. യലിൻ ഖൽബക വതുദ്രിക ഹാജതക, എങ്കിൽ നിന്റെ ഹൃദയം ആർദ്രമാകുകയും നിനക്ക് നിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും ആവുമെന്ന്
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നു. യതീമുകളെയും അനാഥകളെയും സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും കരുണ കാണിക്കുവാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.